എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. നമ്മളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാരും കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരൊക്കെ ചപ്പാത്തി കഴിക്കുന്നുണ്ട് അല്ലേ. 2 നേരമൊക്കെ ചപ്പാത്തി കഴിക്കുന്നുണ്ട്. പിന്നെ ചോറ് ഭക്ഷണം പരമാവധി കുറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഇപ്പോൾ എല്ലാവരും ചപ്പാത്തി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ 2-3 പ്രാവശ്യം നന്നായിട്ട് അരിക്കണം, എങ്കിൽ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുള്ളൂ. അത് ചെറിയ തുളയുള്ള അരിപ്പയിൽ അരിക്കേണ്ടി വരും. അപ്പോൾ എളുപ്പത്തിന് ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് പാക്കറ്റ് വാങ്ങുകയാണല്ലോ. അപ്പോൾ ഞാനിന്ന് ആശീർവാദിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ പൊടി എടുക്കുക. പൊടി എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെച്ചേക്കണം, എന്നിട്ട് വേണം കുഴക്കാനായിട്ട്. നമുക്ക് ചപ്പാത്തി പരത്തുമ്പോൾ കുറച്ച് പൊടിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പൊടിയെടുത്ത് മാറ്റി വെച്ചേക്കുക. ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കാനായിട്ട് പച്ചവെള്ളത്തിലും നനക്കാം, ചൂടുവെള്ളത്തിലും നനക്കാം. ചൂടുവെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. അത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെയാണെങ്കിലും സോഫ്റ്റായിട്ടിരിക്കും. പച്ചവെള്ളത്തിൽ നനച്ച് കഴിഞ്ഞാൽ സോഫ്റ്റൊക്കെയാണ്, പക്ഷെ ചൂടുവെള്ളത്തിൽ നനക്കുന്ന അത്രയും സോഫ്റ്റ് ആവില്ല പച്ചവെള്ളത്തിൽ നനക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തിളച്ച ഒരു 2 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പിടുമ്പോൾ എപ്പോഴും നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഇനി അഥവാ ഈ വെള്ളത്തിലിട്ട് ഉപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതിയല്ലോ. പക്ഷെ പൊടിയിലേക്ക് ഉപ്പിടുമ്പോൾ അത് പൊടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മാത്രമായിട്ട് നിൽക്കും. ഇതാണ് കുറച്ചും കൂടി നല്ലൊരു മാർഗ്ഗം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കണം, ചൂടുവെള്ളമാണ്. പിന്നെ നമുക്ക് കൈ കൊണ്ട് ശരിയാക്കാം. ചൂടൊക്കെ ആറി. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഒരുപാട് സമയം എടുത്ത് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഒട്ടണ പോലത്തെ ഒരു ഇത് തോന്നണമെങ്കിൽ ഒട്ടണ പോലത്തെ തോന്നണമെങ്കിൽ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു മയം കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തട്ടിപ്പൊത്തി വെക്കാം. ചൂടുവെള്ളത്തിൽ നനച്ചുകൊണ്ട് നമ്മൾ കുഴച്ച ശേഷം വെക്കണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് വെക്കാം. ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു ന്യൂസ് പേപ്പർ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലേ, ചപ്പാത്തി ഉണ്ടാക്കണ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വെറുതെ സ്ലാബ് ചീത്തയൊക്കെയുണ്ടല്ലോ. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ചപ്പാത്തി കുറച്ച് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ
ഇങ്ങനെയൊക്കെ എടുക്കുക, ഒരേ അളവിൽ വെച്ച് മുറിക്കുക. എന്നിട്ട് ഓരോ പീസും വീണ്ടും ഉരുട്ട്. സ്കെയിൽ വെച്ചിട്ടൊക്കെ കൃത്യമായിട്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള എണ്ണം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 4, 5, 6, 7, 8, 9, 10, 11, 12 ചപ്പാത്തി ഉണ്ടാവും. ഇനി നമുക്ക് പലകയിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ന്യൂസ് പേപ്പറിൻ്റെ സൈഡിലും കുറച്ച് പൊടി ഇട്ടേക്കാം, നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ഇതിൽ കുറച്ച് പൊടിയിട്ട് ഇങ്ങനെ ഒന്ന് തിരുമണം നല്ലതായിരിക്കും. ഇതിൽ പിടിക്കില്ല. ഇത് നല്ല വട്ടത്തിൽ കിട്ടാനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തുക. പ്ലസ് പോലെ ഒന്ന് അങ്ങോട്ട്, പിന്നെ തിരിച്ച് വെച്ചിട്ട് ഈ ഭാഗത്ത് കണ്ടോ. ഇനി എന്തെങ്കിലും ഫോൾട്ടുള്ള ഭാഗത്ത് ഒന്ന് നന്നായിട്ട് ഇത് ഈ മൂലം ഒന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയായിക്കോളും. കണ്ടോ, ആദ്യം ആ പ്ലസ് പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വന്നോളും. നിങ്ങൾക്ക് മറിച്ചിട്ടിട്ട് റൗണ്ട് അല്ലാത്ത ആ ഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ആദ്യം ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി നോക്കിയായിരുന്നു. ചപ്പാത്തി നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മറിച്ചിടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മറിച്ചിടുക. കണ്ട, ശരിക്കും നന്നായിട്ട് പൊങ്ങി വരും. എണ്ണ ഒഴിക്കണമെന്നുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഒന്ന് മറിച്ചിടുക. ഇനി മറിച്ചിടുക. പതുക്കെ ഒന്ന് ചട്ടക ഉപയോഗിച്ച് ഒന്ന് ഞെക്കി കൊടുക്കുക.